Hello everyone, welcome back to Lepus Diary. ഇന്ന് ഞാനൊരു വെജിറ്റബിൾ ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അടിപൊളി റെസിപ്പിയാണ്. നല്ല ദമ്മൊക്കെ ചെയ്ത് ആവി വറുക്കുന്ന ഒരു ബിരിയാണിയാണ്. ഈ റെസിപ്പി ഇവിടെ ചെയ്യുന്നത് എൻ്റെ ഉമ്മയാണ്. ഉമ്മൻ്റെ റെസിപ്പിയാണ്. അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഞാനൊരു ഉരുളിച്ചെമ്പ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ ചൂടായി വരുമ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 200 ഗ്രാം കട്ട് ചെയ്ത് വെച്ച കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ ഒന്ന് മൂത്ത് വരട്ടെ. അടുത്തതായി ഇതിലേക്ക് 1/2 കപ്പ് ബീൻസ് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാതും കൂടെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് ക്യാരറ്റ് സ്ലൈസ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വെജിറ്റബിൾസൊക്കെ നല്ലപോലെ കുക്കായി വരണം കേട്ടോ. എല്ലാതും നല്ല വെന്ത് വന്നിട്ട് വേണം നമുക്ക് ഇത് ദം ചെയ്യാൻ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സ്പ്രിംഗ് അനിയൻ കട്ട് ചെയ്തതാണ്. അതും ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ വെജിറ്റബിൾസൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി അടുത്ത 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾ, 1/2 ടീസ്പൂൺ ഗരം മസാലയും എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളകും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇത് മാത്രമാണ് നമ്മളിതിൽ മസാലപ്പൊടിയായിട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/2 ക്യാപ്സിക്കം കട്ട് ചെയ്തതാണ്. പിന്നെ 1 കപ്പ് ക്യാബേജ് സ്ലൈസ് ചെയ്തതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചെറിയ തീയിൽ വേണം കേട്ടോ കുക്ക് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ബിരിയാണിക്കുള്ളത് ഉള്ളി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല നെയ്യിൽ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്ക് ഉള്ളിയും കാഷ്യൂസും ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് അതേ എണ്ണയിലേക്ക് നമുക്ക് ബിരിയാണി വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ആണ് ഓർമ്മ വന്നത്, ബിരിയാണിയിൽ നമ്മൾ മസാലയിൽ തക്കാളി ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2 ചെറിയ സ്ലൈസ് ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ തക്കാളി ആണെങ്കിൽ ഒറ്റൊന്ന് ചേർത്താൽ മതി. നല്ല പഴുത്ത തക്കാളി വേണം ചേർത്ത് കൊടുക്കാൻ. തക്കാളി ചേർത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഇത് വീണ്ടും കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. എല്ലാം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണ് തൈര് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് വറ്റുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ബാസ്മതി റൈസ് 2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചോറ് കുക്കായി വരട്ടെ. അപ്പോൾ അതാ നമ്മളെ വെജിറ്റബിൾസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് മല്ലി, പുതിനയും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഗ്രീൻ പീസ് കൂടെ ചേർത്തിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതാ ഇനി നമുക്ക് ദം ചെയ്യാം. ആദ്യത്തെ ലെയറിൽ നമ്മുടെ വെജിറ്റബിൾസാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ചോറ് ഇട്ട് കൊടുക്കാം. ചോറ് ലെയർ ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് പൊരിച്ച് വെച്ച ഉള്ളിയും കാഷ്യൂസും കിസ്മിസൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ വീണ്ടും റൈസ് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ദം ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചോറ് വെച്ചിട്ടുണ്ട്. ചോറിൻ്റെ മുകളിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് തക്കാളിയും സ്പ്രിംഗ് അനിയനും കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇനി ചോറ് നല്ല ടൈറ്റായിട്ട് മൂടി വെക്കുക. അതിൻ്റെ മുകളിലായിട്ട് ചാർക്കോൾ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കനൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കനലില്ല, വീട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ നല്ല എയർടൈറ്റായിട്ട് ക്ലോസ് ചെയ്തിട്ട് ചെറിയ തീയിൽ 15 മിനിറ്റ് ആക്കിയെടുത്താൽ മതി, ദം ചെയ്തെടുത്താൽ മതി. ഇവിടെ ഞാൻ 30 മിനിറ്റാണ് ദം ചെയ്തെടുക്കുന്നത്. അടിയിൽ ചെറിയ തീയാട്ടോ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിന് ബിരിയാണിക്ക് ഒരു സൈഡായിട്ട് ഇവിടെ കാട കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. സിമ്പിളായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ കാട കൂടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാട വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ 1/2 മണിക്കൂറിന് ശേഷം നമ്മൾ ദമ്മ് പൊട്ടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ബിരിയാണി. ദമ്മ് പൊട്ടിക്കുമ്പോൾ തന്നെ ആ ബിരിയാണീൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, മാഷാല്ലാ, അടിപൊളിയായിരുന്നു.
അപ്പോൾ നിങ്ങൾ ഇതേപോലെ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ലേ ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഈ ബിരിയാണീൻ്റെ ടേസ്റ്റിന് ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ അതാ നമ്മൾ ബിരിയാണി കഴിക്കാൻ പോവാണ്. ഇതേപോലെ നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ കമൻസിൽ അറിയിക്കുക കേട്ടോ. വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അവരെന്തായാലും കഴിച്ചിരിക്കും. പിന്നെ അതേപോലെ ഫീഡ്ബാക്സൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.